ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിജീസ് കുക്കിംഗ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. മസാല ദോശയ്ക്ക് ഉള്ളിൽ വെക്കേണ്ട മസാലയ്ക്ക് വേണ്ടിയത് സവോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ ഗരം മസാല പൊടിച്ച് വെച്ചുകൊണ്ട് അതും ചേർക്കണം. അപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കാനുള്ള അതിനുള്ള മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ വെക്കേണ്ട മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇടാം. ഇളക്കി കൊടുക്കാം. ഒരുവിധം നല്ലവണ്ണം മുരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക, സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്നും ഉള്ളിയൊന്ന് വേഗം വെക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ച് കൊടുത്ത് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി നെയ്യ് തൂത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ തിരിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാ ചട്നി നമുക്ക് ഉണ്ടാക്കാം. ചട്നി തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്നി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം. അപ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി
ആയിട്ടുള്ള മസാല ദോശയും നല്ല തേങ്ങ ചട്നിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കാണണേ ഇത്.